ഇതിന് 99 ആണ് കേട്ടോ ഈ കുർത്തിക്ക്. കോട്ട് സെറ്റ്, അതും കോട്ടണില്. വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഓൺലൈൻ ഓർഡർ നമ്മൾ എടുത്തു കൊടുക്കും. ജാക്കറ്റ് മോഡൽ 1000-ന്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇത് അടിപൊളി ഒരു പീസാണ്, വൈറ്റില് ഫുൾ പ്രിന്റില്. നമുക്ക് പുറത്തേക്ക് വരും, അതുകൊണ്ട് നമുക്കത് ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എറണാകുളം ടീമുണ്ട്, ആലപ്പുഴ ടീമുണ്ട്. പുറത്തത്തെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലൈ ഓവർ ബ്രിഡ്ജ് പാർസൽ ഇപ്പൊ താഴ്ത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാർസലാണ് നമ്മൾ ഓരോരുത്തരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. എംബ്രോയിഡറി ഓവറോൾ എംബ്രോയിഡറിയുടെ വർക്കാണ് വരുന്നത്. ഇപ്പൊ നേരിട്ട് വരാണെങ്കിൽ ഇവിടെ തന്നെ ബാർകോഡിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് വീഡിയോ കോളാണ് ചെയ്യുന്നത്. കോട്ട് സെറ്റ് ഇപ്പൊ ട്രെൻഡിലാണ്, അപ്പൊ അതിന്റെ കളക്ഷൻ ആണ്. കോൾസ് വരുന്നതെല്ലാം നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യുന്നതല്ല. ഫ്രഷ് അപ്പ് ആവാനും അതുപോലെ ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇരിക്കുന്ന പോലത്തെ 3 പീസിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത്. പുറം ലോകം ആരും അറിയാത്ത ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവരാണെങ്കിൽ സൂറത്തിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് വരേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ സൂറത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തുണിയുടെ ഒരു ഹബ്ബ്, തുണിയുടെ എന്താ പറയുക വലിയൊരു കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സൂറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിലത്തെ മെയിൻ ഒരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, മിലേനിയം ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അപ്പോൾ ശരിക്കും പുറത്തത്തെ ഒരു ലുക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് കണ്ടോ. ഇതേപോലെ ബണ്ടലായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പാർസൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ വെച്ചാൽ കുറേ കടകളുണ്ട്, അതിൻ്റെ പാർസൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ നിലത്തിരിക്കുന്നത്. ഇനി അതൊക്കെ പാർസൽ ഓരോരോ ഷോപ്പിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഓരോരോ ഷോപ്പ് ഇവിടുത്തെ ഉള്ള ഷോപ്പുകാരുടെ പാർസൽസ് ആണ്. അപ്പോൾ കേസരിയിലെ പാർസൽസും ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ബിൽഡിങ്ങിലത്തെ മൊത്തം പാർസൽസ് ഇങ്ങനെ പോരും. പിന്നെ ഈ ഒരു പുറത്തത്തെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലൈ ഓവർ ബ്രിഡ്ജ്, ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്ത് ആ ബില്ല് അവിടെ ആ സെക്യൂരിറ്റിമാർ ഇരിക്കുന്നുണ്ട്, ആ ബില്ല് അവിടെ കാണിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കടത്തിവില്ല. നമ്മൾ പർച്ചേസ് ചെയ്ത ബില്ല് എന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്ത ബില്ല് ഇവർ പാർസൽ അയക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ബൈ ഹാൻഡ് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ അവിടെ ബില്ല് കാണിച്ചിട്ട് വേണം. ഈ കൈയോടെ എന്ന് വെച്ചാൽ കുറേ പേര് ഇവിടെ നിന്ന് കളവ് കൊണ്ടുപോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബൈ ഹാൻഡ് കൊണ്ടുപോകുന്ന സംഭവമൊക്കെയാണ് കൈയോടെ കൊണ്ടുപോകുമ്പോൾ അതിന് ബില്ല് നമുക്ക് അവിടെ സെക്യൂരിറ്റി കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങോട്ട് വരാനായിട്ട് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മിലേനിയം ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോർ ഫുൾ കേസരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കേസരിയയിലാണ്. കേസരിയ ടെക്സ്റ്റൈൽ കമ്പനി ഫസ്റ്റ് ഫ്ലോറാണ് വരുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് B303132. ഇതാണ് കേട്ടോ നമ്പർ വരുന്നത്. അപ്പോൾ ലിഫ്റ്റുകാരോട് ജസ്റ്റ് പറഞ്ഞാൽ മതി, താഴത്തുനിന്ന് കയറി വരുമ്പോൾ ലിഫ്റ്റുകാരോട് പറഞ്ഞാൽ മതി കേസരിയിലേക്ക് പോകണം. അവർ ലിഫ്റ്റിലും കൂടെ കയറി വരും. നമുക്കിങ്ങനെ ലിഫ്റ്റ് അമർത്തി പിടിക്കാൻ ഇതിനൊന്നും സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ സെക്യൂരിറ്റിക്കാരുണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇനി നമുക്ക് ഇവരുടെ കളക്ഷൻസ് കാര്യങ്ങൾക്കൊക്കെ കിടക്കണം. താഴത്തെ ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ മൊത്തം ഓഫീസ് അങ്ങനത്തെ സംഭവമൊക്കെ വരുന്നത്, അക്കൗണ്ട്സ്, ഓൺലൈൻ ടീംസ് അങ്ങനത്തെ. ഇനി മുകളിലേക്ക് പോയി നോക്കാം, റിസപ്ഷൻ ഏരിയയും കൂടി നോക്കാം വരും. എൻട്രൻസിൽ വരുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ പാർസലൊക്കെ കാണാം. ഈ പാർസൽ ഇപ്പോൾ താഴ്ത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാർസലാണ് നമ്മൾ ഓരോരുത്തരുടെ കയ്യിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ചിലവരുടെ ചെറിയ പാർസലായിരിക്കും, ചിലവരുടെ വലിയ പാർസലായിരിക്കും. മൊത്തം കേസറിയാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഓരോ പാർസൽ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ബീഹാറിലേക്ക് പോണതാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ പോകണം. പിന്നെ ഇവർ ഓൺലൈൻ ടീം എന്ന് പറഞ്ഞില്ലേ, അക്കൗണ്ട്സ് ഓൺലൈൻ ടീം. ഇപ്പോൾ ഈ ഇരിക്കുന്നത് മൊത്തം അക്കൗണ്ട്സ് ഓൺലൈൻ ടീം സെക്ഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവരവരുടെ പണികളൊക്കെ നടക്കട്ടെ, എന്തായാലും ബിസി ആയിരിക്കും അവർ. ഇനി നമുക്ക് ഇവരുടെ റിസപ്ഷൻ ഏരിയ നോക്കാം. റിസപ്ഷൻ ഏരിയ പാർസൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി പോകാനുള്ളതാണ്. കേസരിയ എന്നുള്ള പേരിലുള്ള പാർസലാണ് ഇവിടെയും പാർസൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇനി താഴത്തേക്ക് പോയിട്ട് വേണം നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കുറേ പേര് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണവരുണ്ട്. നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ റിസപ്ഷൻ ഏരിയ അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോണത്. ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കടയുടെ പേര്, അഡ്രസ് ഡീറ്റെയിൽസോ ഇവിടെ എൻട്രി ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അതുപോലെ ഓരോരുത്തരുടെ പേര്, കാര്യങ്ങൾ, നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എൻട്രി ചെയ്തിട്ട് വേണം നമുക്ക് പോകാം. മുകളിലാണ് സാമ്പിൾ ഏരിയ. അപ്പോൾ ഈ ഒരു റിസപ്ഷൻ ഏരിയയിൽ ക്യൂട്ടായിട്ടുള്ള सर पिछली बार भी मिले थे, नमस्ते। तो जरा डिटेल बताइए ना कि यहाँ पे आएंगे तो कैसा है, मतलब जो कस्टमर आते हैं तो उसका प्रोसीजर क्या है? प्रोसीजर ये है मैडम कि जैसे ही कस्टमर आते हैं हमारे पास में, वैसे ये रिसेप्शन एरिया है। हम लोग जो है एक फॉर्मल मोबाइल्स वगैरह उनकी एंट्री करते हैं ताकि हम लोग उनके दोबारा भी कांटेक्ट कर सके और उनको फॉलोअप ले सके कि भाई उनका
उनको माल कैसा लगा है हमारा, उनका हमारा प्रोडक्ट कैसा मतलब एक लगा बार है। जुड़ा तो हम लोग जो है सालों साल हम लोग हमारे साथ में रहे, हमारे कस्टमर हमारे ഫാമിലി മെമ്പർ की तरह हम लोग मानते हैं। ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുക്കണം. അതുപോലെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഒരു ഫോളോ അപ്പ് പോലെ നമുക്ക് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ അവർ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ടീം. ജസ്റ്റ് एक हाय बोल सकते हो? Yes, sure. वहाँ पे Hello everyone. आप बिजी हो? Yeah, she is busy. ഓക്കെ, അവരെല്ലാവരും ബിസിയാണ്. അപ്പോൾ ഇനി നമ്മൾ കളക്ഷൻസ് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് എടുക്കാം. ഇതൊക്കെ ഒരു പ്രൊസീജിയർ നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് മാത്രമല്ല, ഇനി വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ മൊത്തം കേസറിയ. ഇവിടെ ഇതുപോലെ കസ്റ്റമർ നിന്നിട്ട് ഓരോന്നോരോന്ന് സംഭവം സെലക്ട് ചെയ്യണത്. ഇപ്പം ഇത് എൻട്രൻസ് ആയാലും ഇപ്പുറത്തെ സൈഡും ആ ഏറ്റവും മൊത്തം കേസറിയാണ്. അപ്പോൾ ഓരോരോ കൗണ്ടറിൽ ഓരോരുത്തർ ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷനിൽ ഇത് അവിടെയും ഇതുപോലെ കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കുർത്തീസാണ് മെയിനായിട്ട് കാണിക്കേണ്ടത്. ഓരോ കൗണ്ടറിലും ഓരോ ഏരിയയിൽ. ഇനി ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് കുർത്തീസോ അങ്ങനത്തെ എന്തൊക്കെ സംഭവമാണ്. ഇപ്പം ഇപ്പുറത്തെ ഒന്നും നോക്കുന്നില്ല. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് റെഡിമെയ്ഡ് പീസിൻ്റെ കളക്ഷൻസ്. അത് കുർത്തീസായോ 2 പീസായോ 3. വെസ്റ്റേൺ വെയറും ഇവിടെ വെച്ച് തുടങ്ങിയിട്ടോ. ഇതിൻ്റെ ഒരു ലുക്ക് നോക്കി. ഇതിൻ്റെ ജാക്കറ്റ് കണ്ടപ്പോൾ ക്രോഷ്യ ജാക്കറ്റ് പോലെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. ഇത് വീഡിയോ കോളാണ് ചെയ്യുന്നത്. വീഡിയോ കോൾ കറിയണം. അതെ, ഇങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യേണ്ടത്. വീഡിയോ കോൾ ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് കൈയോടെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക. നമുക്ക് ഇനി കളക്ഷൻസിലേക്ക് എടുക്കാം. ഇത് ഇവരുടെ ഓഫീസ് ഏരിയ. ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹായ്, कैसे हो? हाँ, तो माइक लगा देती हूँ, नहीं तो आप जो बोल रहे हैं वो कुछ भी सुनेगा नहीं. बिल्कुल. तो कैसे हो? आई एम गुड मैम, हाउ आर यू? फाइन. और आपका नाम? सूरज सूरज में सूरज. सूरज आना पेरे. तो आज का वैरायटी क्या दिखाने वाले हैं मैम? आज मैं आपको दिखाऊंगा कुर्ती कलेक्शन दिखाऊंगा, जिसमें सिंगल पीस हो गया, 2 पीस का जो सेट्स है वो सारे आपको ये काउंटर में मिलेंगे. ഓക്കെ, അപ്പൊ ഈ ഒരു കൗണ്ടർ ആണെങ്കിൽ നമുക്ക് ഒരു ലോ റേഞ്ച് भी बोल सकते हैं हम लोग. बिल्कुल बिल्कुल. हाँ, ലോ റേഞ്ചിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു ഏരിയ മൊത്തം വരുന്നത്. അതിൽ സിംഗിൾ കുർത്തി 2 പീസ് ആ ഒരു സെക്ഷനിൽ എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി വെയർ യൂസിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ്. तो कहाँ से शुरू करते हैं? वैसे स्टार्टिंग रेट मैम स्टार्टिंग रेंज में बात करूँ तो 99 रुपीज से स्टार्ट होता वो भी दिखाना पड़ेगा, लेकिन बिल्कुल, बीच में। बिल्कुल। हाँ, 99 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. എന്തായാലും അതും കാണിക്കാം നമുക്ക്. तो फर्स्ट कहाँ से शुरू करते हैं? है. फर्स्ट अपन ये आर्टिकल से स्टार्ट करते हैं मैम. जैसे Okay. इसके ऊपर जैसा रियल मिरर वर्क दिख रहा है आपको. हाँ, ये कुर्ती 99 की स्टार्टिंग प्राइस रहेगा, और फिनिशिंग देखिए इसके अंदर पूरा आप गोल्डन. इसके बारे में बोल रहे हैं 99? जी मैम. इतना अच्छा पीस का 99? जी मैम. വാവ്, ഇതിന് 99 ആണ് കേട്ടോ ഈ കുർത്തിക്ക്. അപ്പൊ ഇത്രയും ഫുൾ ഫോയിൽ പ്രിന്റ് എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിൽ റയോണ്ട മെറ്റീരിയൽ ആണ്. ओनली 99. अब ഇതിൽ എത്ര കളേഴ്സ് ഉണ്ട്, എത്രയുണ്ട്? अभी ये जो दिख रहा है 99 का, इसमें कितना पीस आने वाला है? मैम ये सेट ऑफ 4 रहेंगे. इसमें 4 डिफरेंट कलर्स रहेंगे और 4 डिफरेंट साइजेस रहेंगे. 4 ഡിഫറെന്റ് സൈസസ്, 4 ഡിഫറെന്റ് കളേഴ്സ് അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത്. ഹോൾസെയിൽ ആണ്, സിംഗിൾ പീസ് ഇവിടെ അവൈലബിൾ അല്ല. ഇത് മാനുഫാക്ചേഴ്സ് ആണ്. ഇവർ മാനുഫാക്ചേഴ്സ്. ഞാനിപ്പോൾ ഒരു 3-4 കൊല്ലം ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുതിയ കളക്ഷൻസ് വരുമ്പോൾ അപ്പം നമ്മൾ അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ദാ പിടിച്ചോ 99 കുർത്തി കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പ്രിന്റ് ഓവറോൾ, ഫ്രണ്ട് മാത്രമല്ല बैक में भी प्रिंट है. जी मैम. देखिए आपको नॉर्मल जैसे कि 99 बोला तो स्टार्टिंग में प्रिंट दिखा देते छोड़ देता है. ये यहाँ तो बैक में भी है. नहीं ये क्वालिटी वाला है ना मैम. डायरेक्ट मैन्युफैक्चर फैक्ट्री से आता है. ഫാക്ടറീസ് വരുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 99 കളക്ഷൻ. നെക്സ്റ്റ് വൺ. नेक्स्ट मैम ऐसे कुछ कॉर्ड सेट कलेक्शन चाहिए आपको तो कॉर्ड सेट कलेक्शंस भी आपको यहाँ पे मिल जाएंगे. सेम विथ बॉटम भी सेम फैब्रिक रहेगा और सेम कलर चार्ट के साथ. ഈ കോട്ട് സെറ്റ് तो अभी ट्रेंड पे भी चल रहा है. ഇത് കോട്ട് സെറ്റ് ഇപ്പോൾ ട്രെൻഡിലാണ്. അപ്പോൾ അതിന്റെ കളക്ഷൻ ആണ്. ടോപ്പ് വിത്ത് ബോട്ടം ഇങ്ങനെ ഒരു കളക്ഷൻ. ഇതും 4 പീസിന്റെ ഒരു സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം, നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതിലും സെറ്റ് ആണ് കേട്ടോ. मीडियम लार्ज एक्सेल डबल एक्सेल അങ്ങനെ സെറ്റ്. वैसे ये जो दिखा रहे हैं तो नॉर्मल साइज है. ये जी मैम. जैसे इसमें आपको फ्री साइज चाहिए अप टू 5XL तक, वो सारे आर्टिकल्स भी मिल जाएंगे. मैं जो पूछने वाले थे वो तो बोल बिल्कुल, दिया. बिल्कुल, मैम. अब 5XL साइज वरे अवेलेबल ആണ്. ये 2 पीस कुर्ती कलेक्शन है मैम. कॉटन कॉटन मैम. जो अभी समर में जो सबको कस्टमर्स को रिक्वायरमेंट होता है,
क्योंकि इसका सेलिंग कुछ ज़्यादा होता है, क्योंकि साउथ के जो अपना साउथ के जो पार्ट है वहाँ पे कॉटन मतलब मस्ट रिक्वायर होता है 365 ആ डेज। 365 ഡേയ്സ് കോട്ടൺ ഇടണവരുണ്ട്, അവർക്ക് മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കോട്ടൺ. ഈ കോട്ടന്റെ 2 പീസിന്റെ കുർത്തിയാണ് ഈ കാണുന്നത് കേട്ടോ. ഫുൾ പ്രിന്റിലാണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട്. ഇത് XXL സൈസിന്റെ വരുന്ന ഒരു കളക്ഷൻ ആണ്. പിന്നെ വരുന്നത് और कुछ एम्ब्रॉयडरिंग फिनिशिंग में चाहिए आपको तो देखो ये एम्ब्रॉयडरिंग फिनिशिंग में मिल जाएगा എംബ്രോയിഡറിയുടെ ഫിനിഷിംഗ് കോൺട്രാസ്റ്റ് विद ആയിട്ടുള്ള कॉन्ट्रास्ट बॉटम। ബോട്ടമിന്റെ അടിയിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇത് തൊട്ട് പ്രീമിയം കളക്ഷൻസ് വരെ ഉണ്ട്. तो 99 से कहाँ तक जाता है मैम ये काउंटर में ऐसा 99 से लेके 1000 तक जाता है मैम। तो कंप्लीट ये जितने भी देख रहे हैं सारे सैंपल्स है, ये कोई स्टॉक नहीं है, ये पूरा सैंपल आर्टिकल्स है। अप टू 10,000 तक आपको सैंपल्स मिलेंगे। 10,000 സാമ്പിൾസ് ആണ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത് കാണുന്നത് മൊത്തം സാമ്പിൾസ് ആണ്, സ്റ്റോക്ക് അല്ല. സ്റ്റോക്ക് ഇരിക്കുന്നത് വേറെ സ്ഥലത്താണ്, ഇവരുടെ വെയർ ഹൗസ് വേറെ സ്ഥലമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമ്പിൾ ഇപ്പൊ ഈ 10,000 सैंपल तो मैं तो नहीं दिखा सकती, मैं तो थक जाऊंगी. तो बोलो कि डायरेक्ट आने दो, लेके जाने दो. आप जितना जल्दी हो सके उतने जल्दी एक रियल मैन्युफैक्चरर्स के साथ जुड़िए और ये मैन्युफैक्चरिंग प्राइस में आप परचेस करिए और आपके काउंटर्स में ये सारे स्टॉक्स अपडेट करिए तो आप अच्छे से अच्छे प्रॉफिट्स गेन कर डायरेक्ट सकते हैं। मैन्युफैक्चर से डायरेक्ट मैन्युफैक्चर से मिलिए और परचेस करिए। अगर आपको केसर टेक्सटाइल कंपनी पहुंचना है तो सूरत रेलवे स्टेशन से मात्र 5 मिनट की दूरी में रिंग रोड के पास में जो मिलेनियम टेक्सटाइल मार्केट है उसमें फर्स्ट फ्लोर में आना पड़ेगा आपको। शॉप नंबर होगा B3031 3032 हमारा शॉप नंबर रहेगा. അപ്പൊ മില്ലേനിയം ടെക്സ്റ്റൈൽ മാർക്കറ്റ് M1 M2 M3 ഉണ്ട്. പക്ഷെ മില്ലേനിയം ടെക്സ്റ്റൈൽ മാർക്കറ്റ് M1ലേക്കാണ് വരേണ്ടത്. അവിടെ ഫസ്റ്റ് ഫ്ലോർ മൊത്തം കേസറിയ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ് ഡിസ്റ്റൻസിലാണ്. ഇവർ മാനുഫാക്ചേഴ്സ് ആണ്. ഇവർ എത്നിക് വെയർ കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ മെൻസ് വെയർ ബി അപ്നെ സ്റ്റാർട്ട് ഇപ്പൊ മെൻസ് വെയറും തുടങ്ങിയിട്ടുണ്ട്, കിഡ്സ് വെയറും തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ട് തുടങ്ങി വെച്ചത്, പക്ഷെ ഇപ്പൊ അത് ഇംപ്രൂവ് ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് नेक्स्ट कलेक्शन ऐसा कुछ देखो हैवी में 3 पीस कॉन्सेप्ट में, जैसे कि ये हो गया टॉप, उसके अंदर आ गया इनर, इनर के नीचे अपने को बॉटम रहेगा. ओके 3 पीस का कॉन्सेप्ट. इधर 3 पीस ഒരു कॉन्सेप्ट ആണ്. वैसे ये वाला नीचे रखो आप, इसको जरा ऐसे पकड़ो. हाँ ऐसा पकड़ेगे तो समझ में आ जाएगा व्यूअर्स को क्या अपन बताना चाह रहे हैं एग्जैक्टली. हाँ दा ऐसे एकदम हैवी एम्ब्रॉयडरी के साथ सब कुछ क्रिएटिविटी के साथ आपको डिजाइनर कॉन्सेप्ट्स मिलेंगे. ആക്ച്വൽ ലുക്ക് ഇങ്ങനെയാണ്. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത് വിത്ത് പാന്റ് അടക്കം. ഇത് ജാക്കറ്റ് മോഡൽ 1000ന്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ ഒരു കൗണ്ടറിൽ മൊത്തം ഉള്ളത്. അപ്പോൾ ഇത് 1000ന്റെ താഴെയുള്ള കളക്ഷൻ ആണ്. നമുക്ക് പുറത്ത് ഈസിലി ഒരു 1500 1800 ആ റേഞ്ചിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. ഡബിൾ ട്രിപ്പിൾ മാർജിൻ करके सेल कर सकते हैं वैसा वाला आइटम. അപ്പോൾ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇനി और जिसको सोबर टेस्ट रिक्वायरमेंट होता है ना मैम, उनके लिए सोबर टेस्ट एकदम സൂപ്പർ സിമ്പിൾ അങ്ങനത്തെ കളക്ഷൻ ആണ്. ഇത് ഷോർട്ട് കുർത്തി പോലത്തെ അങ്ങനെ വരുന്നത് കേട്ടോ. എന്നാ വല്ല കോട്ട് സെറ്റ്, കോട്ട് സെറ്റ് പോലെ. ആദ്യം ഇപ്പൊ എല്ലാവർക്കും ഷോർട്ട് വേണ്ടു, വല്ല ഇങ്ങനെ ലോങ് ഉള്ളത് വേണ്ട. ഇത് സ്ലീവിൽ ഇങ്ങനെ എൻഡിൽ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്കിന്റെ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ എന്താ മിററിന്റെ ഡീറ്റെയിലിംഗ്, ഹെവി മിററിന്റെ ഡീറ്റെയിലിംഗ്, സെയിം ടോൺ ടു ടോൺ പാൻറ്റ് വരുന്ന ഒരു കളക്ഷൻ. പിന്നെ വരുന്നത് കോട്ടണിൽ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു डेली वेयर कुर्ती. इसमें बहुत सारा है आपके पास, बहुत सारे कलेक्शन है मैम. अभी तो ये सारे फ्रेश स्टॉक अभी आया है. ये तो ഈ കാണുന്നത് മൊത്തം ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ, എന്നുവെച്ചാൽ സാമ്പിൾസ് വന്നിട്ടുള്ളൂ. ഈ സാമ്പിൾസ് ഒക്കെ ഇനി പൊട്ടിച്ച് കാണിച്ച് വരുമ്പോഴേക്കും ഒരു നേരമാവും. അപ്പൊ നേരിട്ട് വരായിരിക്കും നല്ലത്. അപ്പൊ ഇത് കോട്ടണിലാണ്. ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഈ കോട്ടൺ കാണുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒരു പൊടിക്കും കൂടി റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ റേറ്റ് ഇത് 2 പീസാണ്. പിന്നെ റേറ്റിന്റെ കാര്യത്തിൽ അറിയാനായിട്ട് बारकोडिंग सिस्टम ഉണ്ട് ഇവിടെ. है कि नहीं बारकोडिंग सिस्टम है ना? बारकोडिंग सिस्टम मैम, आप कोई भी पार्सल ले लोगे तो देखो आपको बारकोडिंग सिस्टम दिखेगा. जो प्राइस यहाँ पे होगा आपको वही प्राइस में हम देंगे. ഇത് ഇപ്പൊ നേരിട്ട് വരാണെങ്കിൽ ഇവിടെ തന്നെ ബാർകോഡിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് സ്കാൻ ചെയ്തിട്ടാണ് ബില്ലിംഗ് ചെയ്യണത്. ഇവിടെ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ആർട്ടിക്കിൾ ഇത് കോഡ് സെറ്റ് ആണ്. അപ്പൊ ഈ കോഡ് സെറ്റിന്റെ എത്ര റേറ്റ് എന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഏജന്റിന്റെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ ബാധിക്കുന്നതല്ല. एजेंट का जो प्रॉब्लम रहता है वो यहाँ पे नहीं होगा. नहीं मैम, एक्चुअली जो सूरत आते हैं तो लोगों से स्कैम होता है कि वो लोग दलाल और एजेंट्स के बीच में आ जाते हैं. लेकिन अपने केसरी टेक्सटाइल कंपनी में आप डायरेक्ट विजिट कर सकते हैं. हमको कोई एजेंट नहीं है, कोई दलाल नहीं है. ഏജന്റിലെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബാർകോഡിംഗ് സിസ്റ്റം വെച്ചിട്ട് ബില്ല് എപ്പോഴും നേരിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവര് തന്നെ കൊറിയർ അയച്ച് തരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ
എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇനി അടുത്ത കളക്ഷൻ നോക്കാം. പരമാവധി ഒരു തവണയിലും सूरत ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് टाइम तो सूरत तो विजिट करना ही होगा. सूरत भी घूम लेंगे. फर्स्ट टाइम क्या होता है मैम, कस्टमर को कभी डाउट होता है कि हम ऑनलाइन मंगाएंगे स्कैम होगा, तो आप एक बार लाइव विजिट करोगे, क्वालिटी देखेंगे, बल्क ऑर्डर प्लेस करोगे तो नेक्स्ट टाइम ऑटोमेटिक ट्रस्ट गेन हो जाएगा. ഫസ്റ്റ് ടൈം ഒന്ന് സൂറത്ത് വന്നിട്ട് എന്തൊക്കെയാണ് വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരു ട്രസ്റ്റ് വരും. ഫസ്റ്റ് ടൈം ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയുണ്ടാവും, അയ്യോ മേടിച്ച ഇത് ഐറ്റംസ് ശരിക്കും കറക്റ്റ് വരുമോ, കളർ വേറെ വരും. അപ്പൊ അത് ആ ഒരു കാര്യത്തിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് സൂറത്തിൽ വന്നാൽ മതി. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഷോർട്ട് ടോപ്പ് मतलब कॉट सेट ही है. हाँ कॉट सेट അതും കോട്ടണില് प्योर कॉटन, ये समर का कलेक्शन बोल सकते हैं मैम आप. കോട്ടണില് തന്നെ വരുന്ന ഒരു കളക്ഷൻ കോട്ടണില് ഇതേപോലെ फैब्रिक एकदम प्योर रहेगा मैम, कंप्लीट इन हाउस मैन्युफैक्चरिंग आर्टिकल है. ഇത് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ കോട്ടന്റെ കോട്ട് സെറ്റ് ആണ് വരുന്നത്. അപ്പൊ അത് പറഞ്ഞ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത്. നേപ്പാളിൽ നിന്ന് ഒരു നേപ്പാൾ वाला कस्टमर है ना. नेपाल ऑल ओवर इंडिया से आते हैं, ऐसे तो दूसरे कंट्रीज से भी आते हैं. जैसे आपको कल की बात में बोलूं तो जर्मन से 2 कस्टमर आए थे, परचेस करके गए थे वो लोग 21 लाख का शॉप परचेस. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ല, കയറി വരുമ്പോ ആ കസ്റ്റമർ ഇപ്പൊ ഇവിടെ ചൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള കസ്റ്റമർ ആണ് കേട്ടോ. അപ്പൊ ഇനി അവര് അടുത്ത വാപ്പിക്ക ब्लाउज का है, रेडीमेड ब्लाउज का मैचिंग सेंटर के जितने भी आर्टिकल्स रिक्वायरमेंट होगा मैम आपको वहाँ पे मिल जाएगा. മാച്ചിങ് സെന്റർ അങ്ങനത്തെ ബ്ലൗസ് പീസിന്റെ വെറൈറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു സെക്ഷൻ, അങ്ങനെ ഒരു സെക്ഷനും അവിടെ ഉണ്ട്. അവരവിടെ ചൂസ് ചെയ്തോണ്ട് वो लोग वहाँ पे चूज करने दो. अभी वहाँ पे जाएंगे तो वो लोग को भी माइंड थोड़ा डिस्टर्ब हो जाएगा. परचेसिंग के लिए आते तो फ्री माइंड पे आना चाहिए. बिल्कुल बिल्कुल फ्री माइंड से आना. और ये फ्री माइंड के लिए आने के लिए एक अच्छी बात है कि रेलवे स्टेशन के पास ही आप हम लोग के लिए वेटिंग एरिया है. रेलवे स्टेशन से खाली 2 मिनट्स वॉकेबल डिस्टेंस है. जैसे आप रेलवे स्टेशन से उतरेंगे स्ट्रेट जाओगे तो हमारा वेटिंग एरिया रहेगा. ഇത് ഇവരുടെ വെയിറ്റിംഗ് ഏരിയ എന്ന് വെച്ചാൽ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ഫ്രീ മൈൻഡ് ആയിട്ട് വരാം, ഫ്രഷ് ആയിട്ട് വരാം. കാരണം നമ്മൾ കാണുന്ന ഐറ്റംസ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് റേറ്റ് വൈസ് ഇതൊക്കെ നോക്കിയിട്ട് വേണം വരാനായിട്ട്. അപ്പൊ ഫ്രീ മൈൻഡ് ആയിട്ട് വരാം. അപ്പൊ വരാനായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ സൂറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഹോട്ടൽ സ്റ്റേ റൂം, അപ്പൊ അങ്ങനത്തെ ഒന്നും സൗകര്യം കിട്ടിയില്ല എന്ന് വെച്ചാൽ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരുവിധം മിക്ക കടക്കാരുടെയും അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിയ 2 മിനിറ്റ്സിനുള്ളിൽ 1 മിനിറ്റിന്റെ ഡിസ്റ്റൻസിൽ വെയിറ്റിംഗ് ഏരിയ കേസരിയ ഇതിൻ്റെ അവിടെ തന്നെ നമുക്ക് ഫ്രഷ് അപ്പ് ആവാനും ഉറങ്ങാനുള്ള സൗകര്യങ്ങളും റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം. പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങോട്ട് വരാം. उधर भी सैंपल शायद रखा है. अभी सैंपल वहाँ पे नहीं है मैम, अभी पूरा हम यहीं पे शिफ्ट कर दिए क्योंकि मतलब वहाँ पे ഫ്രഷ് അപ്പ് हो सकता है. फ्रेश अप हो सकता है. ഫ്രഷ് അപ്പ് ആവാനും അതുപോലെ ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ രാത്രി ലേറ്റ് നൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ കിടന്ന് ഹോട്ടൽ റൂം കിട്ടിയില്ലെങ്കിലും പിറ്റേ ദിവസം മേടിച്ചിട്ട് നമുക്ക് ഫ്രഷ് അപ്പ് ആയിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. അതുപോലെ उसके डिटेल के लिए कॉल करने को बोल रहा है मैम. कॉल करेंगे तो सब कुछ आपको डिटेल देंगे. हमारे पास मलयालम पर्सन है, आपको ऑनलाइन में मतलब सब कुछ गाइडेंस ही देंगे और स्टेप वाइज सब कुछ बताएंगे कि कैसा आना है, कहाँ पे रुकना है, आपको ड्राइवर कब पिक करने आएगा, सब कुछ इन्फॉर्मेशन वो लोग. പിക്കപ്പ് ഡ്രോപ്പിന്റെ ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മലയാളി സ്റ്റാഫ് ഇവിടെ ഉണ്ട്, 2-3 ആൾക്കാരുണ്ട്. ഞാൻ എന്തായാലും അവരെ ഇടയ്ക്ക് ഒന്ന് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഇത് നമ്മുടെ कॉटन का कलेक्शन है ना. कॉट सेट में कॉट सेट में बहुत सारा कलेक्शन, बहुत सारे वैरायटीज, बहुत वैरायटी है कॉट सेट में. जैसे ये डेनिम इंडिगो कलर्स बोलते हैं. डेनिम देखो डेनिम पैटर्न में हो गया. डेनिम इങ്ങനെ വർക്ക് വരുന്നത് डार्क ब्लैक ब्लैक उसमें बॉटम आ गया आपको साथ में. हाँ बॉटम वेयर ऐसे बहुत सारे ऑप्शंस है. ഇത് ഹാൻഡ് വർക്കില് ये आप जितना देख रहे हो पूरा सैंपल्स ही है. ഇത് ഹാൻഡ് വർക്കിൽ വരുന്നത്. അപ്പൊ ഈ കാണുന്നത് 2 പീസിന്റെ ആണ്. അപ്പൊ ഈ കാണുന്നത് മൊത്തം സാമ്പിൾസ് ആണ് വരുന്നത്. अभी जो लेना है तो ये कॉट सेट का हम लोग ने निकाल के रखा था वही ना. जी मैम, एक वाला एक सैंपल खोले थे अपन, ये ग्रीन वाला, तो उसका पूरा सेट है वो. ഈ ഗ്രീനിന്റെ സാമ്പിളുടെ ഇതാണ് കേട്ടോ ഇവരുടെ. അപ്പൊ 3 പീസിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ വരുന്നത്. 3 പീസിന്റെ ഒരു സെറ്റ് ആണ്. 2 പീസ് ആണ് ഇത്. ഇതിലിപ്പോ ഗ്രീൻ, യെല്ലോ ആൻഡ് പിങ്ക് അങ്ങനെ 3 എണ്ണത്തിന്റെ സെറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. अब इങ്ങനെ തന്നെ എടുക്കണം. ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ अभी मैंने जो इतना भर भर के जो हैवी पीस पहना है ये वाला कलेक्शन कहाँ पे मिलता है? आपको थोड़ा यहाँ पे आगे जाएंगे तो यहाँ पे 3 पीस का सेक्शन है मैम. यहाँ पे मिलेगा. थोड़ा आगे बोल के तो 10 बार ऐसा फीट रखना चाहिए. 1 2 3 4 बस आ गया. ഒരു 10 അടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ സെക്ഷൻ വരുന്നത് प्रीमियम എന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ 3 पीसिന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത്. वैसे आपका ऑनलाइन का हो गया
मैम ये ऑनलाइन में ऑलरेडी परचेसिंग चल रहा है कस्टमर का। हाँ, मैं आते समय देख लिया था। हाँ, तो कस्टमर का ऑनलाइन तो परचेसिंग एक काम करने दो, वो लोग ऑनलाइन में करने दो, तो 5 मिनट हम लोग वेट कर सकते हैं, ऑनलाइन वाले वेट नहीं ठीक है करेंगे। चलेगा मैम। चले आप और 5 मिनट ഒന്ന് ബ്രേക്ക്, तब तक मलयाली कोई स्टाफ मिलता है क्या देखते हैं। ठीक है। എന്തായാലും മലയാളി സ്റ്റാഫ് അവര് ഉള്ളിൽ എന്നുവെച്ചാൽ ഓൺലൈൻ ടീം മൊത്തം ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്, इसके अंदर ही है ना, इसके अंदर हम ऑनलाइन लोग जा सकते हैं क्या? जी 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 चलो एक नॉक तो कर लो। नहीं चलेगा, अपना ही है, ऑफिस का स्टाफ है पूरा। അച്ഛാ വരൂ, ഓഫീസിന്റെ സ്റ്റാഫാണ് ഇവര് മൊത്തം ഇരിക്കുന്നവര്. ആ നമ്മുടെ മലയാളി ചേട്ടനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ പുറം ലോകം ആരും അറിയാത്ത ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതെ അതെ. എന്താ പേര്? സിജു. സിജു. ജോൺ എന്ന് പറയും. ജോൺ എന്ന് പറയും, സിജു എന്ന് പറയും. അപ്പൊ ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ടേ? ജോൺ എന്ന് വിളിച്ചാൽ ജോൺ എന്ന് വിളിച്ചാൽ മതി. എന്തായാലും മലയാളി ഉണ്ടെന്നുള്ളത് കാര്യം തീരുമാനമായില്ലേ. ശരിക്കും നിങ്ങൾ എന്താ ഇവിടെ വർക്ക് ശരിക്കും ചെയ്യണേ? ഇത് ഞങ്ങളുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. കോൾസ് വരുന്നതെല്ലാം നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യുന്നതെല്ലാം, അപ്പോൾ അവരുടെ ഓർഡേഴ്സ് എടുക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ. ആ അങ്ങനത്തെ മലയാളി വരുമ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഓൺലൈൻ ഓർഡർ നമ്മൾ എടുത്തു കൊടുക്കും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ മലയാളി ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാരോട് കുറച്ച് കൂറ് വേണമല്ലോ. അപ്പോൾ അവർക്ക് ഒരു സജഷൻ, അവർ നേരിട്ട് വരണോ അല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ മേടിക്കുമ്പോൾ ട്രസ്റ്റ് ആണോ, എങ്ങനെയാണ് അത് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കും. ട്രസ്റ്റ് വർത്തിയാണ്. ഇവിടെ എപ്പം വന്നാലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ നമ്പറിലോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി, എന്നോട് സംസാരിച്ചാൽ മതി. ഞാനായിരിക്കും ഇവിടെ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. മലയാളം ലാംഗ്വേജ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ അത് കൂടാണ്ട് ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ലാംഗ്വേജും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഓരോരോ ആൾക്കാർ ഓരോരോ ഭാഷക്കാരായിരിക്കും. ഓരോ ലാംഗ്വേജ് വൈസ് ഓരോ ആൾക്കാരും, ഈ രണ്ട് വ്യക്തി വെച്ചാണ്. മലയാളി നമ്മൾ മാത്രമല്ല, വേറെ നമ്മുടെ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു ആളും കൂടി ഉണ്ട്. ആളെ അങ്ങോട്ട് പോയി, ആള് ബിസിയാണോ? അല്ലല്ല, പുറത്ത് പോയി കാണാം. എന്തായാലും ആളും കൂടി പറ്റിങ്ങ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ബിസിയാണ്. താങ്ക് യു സോ മച്ച്. ഓർഡറുകൾ ഇങ്ങനെ വന്ന് നമ്മുടെ നാട്ടിലത്തെ മൊത്തം ഇങ്ങനെ എറണാകുളം ടീമുള്ള അങ്ങനെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അവരുടെ ഫോൺ നമ്പർ ഒക്കെ പുറത്തേക്ക് വരും, അതുകൊണ്ട് നമുക്കത് ഓപ്പണായിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷേ എറണാകുളം ടീമുണ്ട്, ആലപ്പുഴ ടീമുണ്ട്, ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഇത് നമുക്ക് പുറത്തേക്ക് പറയാൻ പാടില്ല അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? പുറത്തേക്ക് പറയാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഫുൾ ഓൺലൈൻ ടീം, അവർ ഓരോരുത്തരും ഓരോരോ ലാംഗ്വേജിലുള്ള ആൾക്കാരെ ഫുൾ വാട്സപ്പിൽ ബിസിയാണ് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. तो वो लोग को डिस्टर्ब ना करे बिना हम लोग यहाँ से निकलते हैं. बिल्कुल. ओके, थैंक यू. अभी थोड़ा मैं जो वेयर किया वैसा वाला. हाँ, पार्टी वेयर कॉन्सेप्ट. हाँ, ഇത് വരെ ഇവിടെ ഓൺലൈൻ ടീമിന്റെ വീഡിയോ കോൾ കഴിഞ്ഞിട്ടില്ല. अभी कर सकते हैं क्या हम लोग यहाँ पे? हम एक्चुअली कस्टमर के साथ कॉल पे है, फिर भी अपन ट्राई करते हैं कि चलो वो वहाँ पे चलने दो, हम लोग यहाँ पे करते हैं. देखिए मैम, ये 3 पीस कलेक्शन बोलते हैं. जिसमें हो गया ये बैक साइड अपने को दुपट्टा दिख रहा है, ये दुपट्टा है. ये हो गया कुर्ती, और इसके अंदर जो है बॉटम സെയിം ടോൺ ടു ടോണിലാണ് കേട്ടോ. പിന്നെ ബോട്ടം വെയറിന്റെ അവിടെയും ഇതുപോലെ തന്നെ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടാവും, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ വരുന്നത്. ഇത് അടിപൊളി ഒരു പീസാണ്, വൈറ്റിൽ ഫുൾ പ്രിന്റിൽ റയോണിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിൽ നെക്കിന്റെ പോർഷനിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട്, സ്ലീവിന്റെ പോർഷനിലും ഇതുപോലെ വർക്ക് ഉണ്ട്. ദുപ്പട്ട ഒരു ബനാറസി സ്റ്റൈലില് ആ സൈഡിൽ എന്ന് വെച്ചാൽ ശരീര വർക്ക്, ബനാറസി സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, प्रिंट है ये, लग रहा है वो बनारसी स्टाइल. ഫിനിഷിംഗ് ഉतना अच्छा है ना, ഫാക്ടറി से ഇത് കാണുമ്പോൾ നമുക്ക് വീവിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ വീവിംഗ് അല്ല, ഇത് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. എന്തായാലും ഇതാണ് ഓവറോൾ ലുക്ക്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. तो नेक्स्ट आर्टिकल ये देखिए मैम, ब्लैक पे कितना प्यारा एम्ब्रॉयडरिंग फिनिशिंग है. ഇത് ബ്ലാക്കില് അതുപോലെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ദുപ്പട്ടയും ഫുൾ വർക്കാണ്. എംബ്രോയിഡറി ഓവറോൾ എംബ്രോയിഡറിയുടെ വർക്കാണ് വരുന്നത്. എന്തായാലും അവർ ഓൺലൈനിൽ ബിസി ആയിട്ട് तो अंदर जाते हैं, अभी वो लोग बाहर आ गए, तो उन लोग थोड़ा बिजी है. हाँ, ये नेक्स्ट आर्टिकल आप देखिए थोड़ा, कितना प्यारा फिनिशिंग है मैम. देखिए ഇത് ഒരു കട്ട് വർക്ക് എന്ന് വെച്ചാൽ ഒരു ഹക്കോവേര സ്റ്റൈലില്, അതുപോലെ തന്നെ ഓവറോൾ ഫ്രണ്ട് ടു ബോട്ടം വരെ ഫുൾ വർക്കോട് വർക്കാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഓരോരോ കോഡ്, ഈ കോഡ് है क्या आपका मैम? ये इसका प्राइस है एक्चुअली 1369, सेट ऑफ 4. ഓക്കെ. ഇതിന്റെ പ്രൈസും സെറ്റ് ഓഫ് 4 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആങ്കറിൽ ഫുൾ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കണമെങ്കിൽ ഷിമ്മർ ഫാബ്രിക് പേ, ഷിമ്മറിൽ അനാർക്കലി സ്റ്റൈലില് യോക്കിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിലും ഡിജിറ്റൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ അടിയിലും ദാമന്റെ പോർഷനിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര സ്പീഡിൽ കാണിക്കാൻ ശ്രമിക്കാണ് കേട്ടോ, കുറച്ചേ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഉള്ളത്
നല്ല അടിപൊളി സംഭവം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ദാ, ഇത് നോക്കിയേ, ഇതും ഓൾ ഓവർ ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ പ്രിന്റ്, യോക്കില് वर्क. अभी इसका एक सेट आप निकाल के दिखा सकते हो कैसा है क्या है? एक सेट संदीप भाई एक सेट हमारे लिए दिखाओ ना कैसा होएगा करके. हाँ നമ്മൾ നേരത്തെ കണ്ട ये इसमें से निकाला हुआ है शायद. हाँ इसमें भी चलेगा. हाँ जो लास्ट आर्टिकल अपन दिखाए थे सेम कलर दूसरा है और ये कॉन्सेप्ट अलग है. ഈ കോൺസെപ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കളർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന്റെ വില കാര്യങ്ങളൊക്കെ നിസ്സാരമുള്ളൂ. അപ്പൊ നമുക്ക് മാർജിൻ ഇട്ടിട്ട് ഒരു 1500 ആ റേഞ്ചിനൊക്കെ വിൽക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ. ഇതിൽ സെറ്റ് ഓഫ് 4 മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ സെറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഫുൾ ഓവറോൾ ഈ ഒരു കൗണ്ടർ വരുന്നത്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ इसमें पैंट के साथ जी मैम. हाँ इधर पैंट हर एक में थ्री पीस में बॉटम कॉमन होगा मैम. हर एक में बॉटम आएगा सेम फैब्रिक के अंदर. അപ്പോൾ ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എംബ്രോയിഡറി വർക്ക്, അതുപോലെ തന്നെ സ്റ്റോണിന്റെ വർക്ക്, ഓവറോൾ പ്രിന്റ്, അതുപോലെ ഈ ഒരു കാര്യത്തിൽ ഫുൾ ഇങ്ങനെ അടിയിലത്തെ വർക്ക് ലേസ് വർക്ക് വന്നിട്ടുണ്ട്, ദുപ്പട്ട അടക്കം വന്നിട്ടുള്ള. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഹെവി പീസിന്റെ വർക്ക് ഉള്ളത്. और ये थोड़ा सा शाइनिंग मटेरियल है, शिमर. और ये पार्टी वेयर में भी यूज होगा, ऑफिस वेयर में भी कोई ट्रेडिशनल एथनिक वेयर चाहिए तो उसमें भी फिट हो जाएगा. പാർട്ടി വെയർ ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി വെയറിന്റെ കോൺസെപ്റ്റിൽ വരുന്നുണ്ട്. ഇത് വിത്ത് ദുപ്പട്ട എടുക്കുക. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക കേട്ടോ. അപ്പൊ ഈ ഒരു മോഡലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അനാർക്കലി സ്റ്റൈലിലുള്ള പ്ലെയിനില് ഇങ്ങനെ പാച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക്, അതുപോലെ ദുപ്പട്ട കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഫുൾ വീവിങ്ങോട് കൂടിയിട്ട് ഇത് കട്ട് വർക്ക്, അതുപോലെ തന്നെ പേൾഡ് ഡീറ്റെയിലിംഗ് സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ട് ഇതിന്റെ ദുപ്പട്ട. ഇതിപ്പോ എങ്ങനെയാണെങ്കിൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ബനാറസി സ്റ്റൈലിന്റെ ദുപ്പട്ടയാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിലും സിംഗിൾ ഷെയ്ഡ്, इसमें भी शेड्स आएगा ना डिफरेंट. इसमें शेड्स रहेंगे मैम. और किसी में साइजेस रिक्वायरमेंट है तो साइजेस भी आपको मिल जाएंगे. साइजेस ഉണ്ട്, ഷെയ്ഡ്സും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് നോക്കിയാൽ സൂപ്പർ ഡൂപ്പർ इतना अच्छा प्यारा पीस यहाँ पे छोड़ के गया तो फिर कुछ देखा नहीं ऐसा लगेगा. ഇത് നോക്കിയാൽ ഫുൾ അടിപൊളി ഒരു പ്രൊജക്ട് ചെയ്തെടുത്ത് നിൽക്കുന്ന ഒരു വർക്കും പിന്നെ ഈ ഒരു പോർഷനൊക്കെ നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ആ ദാമന്റെ പോർഷൻ ഇതൊക്കെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് മാത്രമല്ല ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ കൗണ്ടർ വാപ്പे भी पूरा भरा हुआ है. हाँ ഏറ്റവും വരെ കാണാണെങ്കിൽ फुल ओवरऑल तो ये सब दिखाने से अच्छा वो लोग डायरेक्ट आने दो, यही अच्छा रहेगा. आप जितना विजिट करेंगे तो उनको ज्यादा क्लैरिटी आएगा मैम. क्या क्या यहाँ पे मिलेगा आपको सब कुछ एक नॉलेज आ जाएगा. അപ്പൊ ഒരു നോളജ് കിട്ടണമെങ്കിൽ നേരിട്ട് വന്നേ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചോദിക്കാം. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ഒരു മാനേജർ ഉണ്ട്. ആള് ഭയങ്കര ഇംഗ്ലീഷ് ചാടിയാണ്. അപ്പൊ ആള് മാനേജർ എന്ന് പറയുമ്പോ തല ഇങ്ങനെ തിരിച്ചു നോക്കണം. എന്താ ചുള്ളനാണ്, ഹാൻസം ബോയ് ആണ്, ടീ കുടിച്ചോണ്ടിരിക്കുകയാണ്. मैं बोल रही थी हैंडसम बॉय है, टी पी रहा अकेला अकेला, हम लोग को नहीं दे रहे करके ऐसा बोला. मिलेगा क्या टी? ये चाय के साथ ये लोग सैंडविच भी खा लिया मेरे को छोड़ के, तभी अकेला अकेला नहीं था. चलो एक मिनट यहाँ वो खड़े तो जाइए. चलो हमारे लिए कुछ इन्फॉर्मेशन दीजिए ना कि अभी गांव से आएंगे तो कैसा आना चाहिए, क्या है वो सब थोड़ा हिंदी में दूं? हिंदी में. हिंदी हमारा मातृभाषा. अच्छा. इंग्लिश तो वो ब्रिटिश वाले का बोलनी चाहिए हमको. पहले तो सबको नमस्कार. और मैं ये चैनल को एकदम से शुक्रिया अदा करता हूँ क्योंकि मुझे आपके साथ मुलाकात कराई. अभी दोस्तों मैडम पूछ रही है कि मैं बताऊं कि आप सूरत आओगे तो आओगे कैसे. ये तो कोई पूछने की बात है. स्टेशन पे जैसे ही उतरते हो स्क्रीन पे लगे नंबर पे आप कॉल कीजिए और इमीडिएटली हमारी पिकअप व्यवस्था मिल जाएगी. या तो फिर कोई भी रिक्शा वाले को बोलिए रिंग रोड पे हमें केसरिया जाना है, वो भी परिचित है, सीधा यहीं ले आएंगे. बस फिनिश. फिर मैं मिलूंगा, हम साथ में मिलके पूरा केसरिया की सैर करेंगे. और करेक्ट. और इतना वैरायटी से पूरा एथनिक वेयर छोड़ के मेंस वेयर का भी कलेक्शन स्टार्ट किया और बच्चों का भी. डेफिनेटली मेंस वेयर में और किड्स वेयर में न्यू बॉर्न से लेके 18 साल के हर बच्चे हैं, उनके लिए हर वैरायटीज मिल जाएंगे, बॉयज हो या गर्ल्स हो. और हैंडसम दिखने के लिए आज टी शर्ट पहन के आए, नहीं तो शर्ट पहन के आते हैं. आज मैं इनफॉर्मल हूँ. थैंक यू फॉर द कॉम्प्लीमेंट्स. At this age, I deserve it. ഓക്കെ. എന്റെ പപ്പയും ആളായിട്ട് നല്ല കൂട്ടാണ്. പപ്പനെ എപ്പോഴും അന്വേഷിക്കുന്നതാണ്. ഈ ഏജിലും ഇത്രയും ആക്റ്റീവ് ആയിട്ട് നിൽക്കാന്ന് പറയുമ്പോൾ वो एक पॉजिटिव एनर्जी मतलब ये
डेफिनेटली ओके, थैंक यू सो मच, आई मस्ट थैंक यू. थैंक यू. गुड बाय ऑल, सी यू. तो एक बार और पूछना चाहूंगी, अभी जैसे कि हम लोग ने बोला कुर्तीस का 99, जी मैम. तो 2 पीस का कितना से स्टार्ट होएगा 2 पीस का आपको 245 से स्टार्ट होगा मैम. और 3 पीस का? 3 पीस का 345 से स्टार्ट. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ റേഞ്ചുകൾ ഇങ്ങനെ കയറി കയറി പോകും. അപ്പോൾ എന്തൊക്കെ റേഞ്ച് എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്, ഡയറക്റ്റ് സൂറത്ത് വരാം. സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മിലേനിയം ടെക്സ്റ്റൈൽ മാർക്കറ്റ് 3031 3032. ഷോപ്പ് നമ്പറിന്റെ പേരാണ്. പക്ഷേ ഇത് ഫുൾ കാണുന്നത് ആ അറ്റം വരെ ഫുൾ കേസറി. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു സോ മച്ച്.